നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞാൽ മാത്രം പോരല്ലോ, അത് പ്രവൃത്തിയിലൂടെയും കാണിച്ചു തരികയാണ് ഒരു സെൽഫി ചിത്രം. എനിക്ക് തോന്നുന്നു പൊതുജനം കാത്തിരുന്ന ഒരു ചിത്രം തന്നെ ആകാം അത്. കാരണം ആശുപത്രി കിടക്കയിൽ കിടക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണല്ലോ. അതിൻ്റെ ഗമ കാണിച്ചില്ല എങ്കിൽ അത് ശരിയാവില്ല. കാരണം ആ സെൽഫി ചിത്രം അത് നിർബന്ധമായ ഒരു കാര്യമാണ്. ഈ ഗമ കാണിക്കണമെങ്കിൽ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പൊതുജന വികാരം മാനിച്ചുകൊണ്ടാണ് ഈ ഒരു 2 വാക്ക് പറഞ്ഞത്. മാത്രമല്ല ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സുമാരാണ് ഇത്തരത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജുമായുള്ള ഒരു ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ഈ ചിത്രം പുറത്തു വന്ന് മിനിറ്റുകൾക്കുള്ളിലാണ് ചിത്രം വൈറലായത്. ഇതിന് പിന്നാലെ ശക്തമായ ഭാഷയിൽ ഇവിടെ ആരോഗ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ടാണ് പൊതുജനങ്ങൾ രംഗത്ത് വന്നത്. ഇതോടുകൂടി തന്നെ വലിയ രീതിയിൽ ഈ നഴ്സുമാരടക്കം പ്രതിരോധത്തിലാവുകയാണ് ചെയ്തിരിക്കുന്നത്. KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ ക്ഷതമേറ്റ് ചികിത്സയിലിരിക്കുന്ന മന്ത്രി വീണ ജോർജിനൊപ്പം ആരോഗ്യ പ്രവർത്തകർ സെൽഫി എടുത്തതിൻ്റെ പേരിൽ ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസ് മെഡിക്കൽ കോളേജ് അധികൃതരോട് ഒരു വിശദീകരണം തേടിയിരിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ സെൽഫി എടുത്ത പാവം നഴ്സുമാരാകട്ടെ അവർ കുടുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. വിമർശനങ്ങൾ ഉയർന്നതോടുകൂടിയാണ് ഇവർ പുലുവാല് പിടിച്ചിരിക്കുന്നത്. ഇതോടെ സംഭവത്തിൽ മന്ത്രിയോടൊപ്പം സെൽഫി എടുത്ത ആരോഗ്യ പ്രവർത്തകയായ സ്മിത PC ആകട്ടെ വിശദീകരണവുമായി രംഗത്തെത്തി. എന്നാൽ ഈ വിശദീകരണം നൽകിയതിലെ ചില വാചകങ്ങൾ കേട്ടപ്പോൾ ചിരിയാണ് തോന്നിയത്. കാരണം അവർ പറയുന്നുണ്ട് ആഹാരം കൊടുത്തതിന് ശേഷം കിടക്കുന്നതിന് മുൻപ് ഞങ്ങൾ ICUവിലെ സിസ്റ്റേഴ്സ് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് മന്ത്രിയോട് ചോദിച്ചു. എന്നാൽ മന്ത്രിയാകട്ടെ നോ പറഞ്ഞില്ല, എസ് എന്ന് തന്നെ മൂളി. മന്ത്രി അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ വേദന, ശരീരത്തിലേറ്റ ക്ഷതം ഇവയൊക്കെ നേരിൽ കാണുന്ന ഞങ്ങൾ പ്രിയപ്പെട്ട മന്ത്രിയോട് പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. മന്ത്രിയെ ചേർത്ത് പിടിച്ചൊരു ഫോട്ടോ അങ്ങനെ എടുത്തതാണ്. എൻ്റെ ഉൾപ്പെടെ പിന്തുണ അറിയിക്കൽ കൂടിയാണിത്. ഈ ഒരു വാചകം കേട്ടപ്പോൾ ശരിക്കും അത് ചിരിയാണ് ഉള്ളിലേക്ക് വന്നത്. കാരണം ഇത്രയധികം മാനസിക സംഘർഷങ്ങളും അല്ലെങ്കിൽ മാനസിക വേദനയും ശാരീരിക വേദനയും അനുഭവിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ, അല്ലെങ്കിൽ ആ കിടക്കയിൽ കിടക്കുന്നത് ഒരു മനുഷ്യനായി തന്നെ കാണാം. അത്തരമൊരു സാഹചര്യത്തിൽ അവരുമായി ഒരു ഫോട്ടോ എടുക്കുന്നതിലെ ആ ഒരു ഉദ്ദേശശുദ്ധി എന്താണ് ഇവിടെ എടുത്തു പറയേണ്ടത്? ഇത്തരത്തിലൊരു ഫോട്ടോ എടുക്കുന്നതോടുകൂടി അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുക കൂടിയല്ലേ ചെയ്തിരിക്കുന്നത്. ഈ ഫോട്ടോയെ ചൊല്ലി കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഞാൻ മുതിരുന്നില്ല. എന്തായാലും പൊതുജനങ്ങൾ അത് നല്ല ഭംഗിയായി തന്നെ അവിടെ ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതേസമയം ഇത്തരത്തിൽ ആശുപത്രി സൂപ്രണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യതയെന്നും വിലയിരുത്തുന്നുണ്ട്. ഈ വീണ ജോർജിന്റെ ചിത്രങ്ങൾ പ്രചരിച്ചതോടുകൂടി തന്നെ ഇതിനിടയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. മന്ത്രി ആശുപത്രിയിൽ അവിടെ സുഖചികിത്സയിലാണ് കഴിയുന്നത്. ക്ഷതം സംഭവിച്ചെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന തരത്തിലാണ് വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത്. കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത് ക്രൂരതയാണ് എന്നതായിരുന്നു സ്മിത പ്രതികരിച്ചത്. മന്ത്രിയോടുള്ള അടുപ്പം കാരണമാണ് സെൽഫി എടുത്തതെന്നും നാടകം കളിച്ചെന്ന പ്രചരണം അത് മനുഷ്യത്വമില്ലായ്മയാണ് എന്നും ഇവർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സ്മിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. എത്ര ക്രൂരമാണ് ഈ ലോകം! ഇന്നലെ രാത്രിയാണ് പ്രിയപ്പെട്ട മന്ത്രി വീണ ജോർജിനെ വിദഗ്ധ പരിശോധനയ്ക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത്. MRI സ്കാൻ രാത്രി തന്നെ എടുത്തു. കടുത്ത കഴുത്തുവേദന, ഉയർന്ന രക്തസമ്മർദ്ദം. അതേപോലെ രാത്രിയിൽ മന്ത്രി ഭക്ഷണം കഴിച്ചില്ല, ഉറങ്ങിയത് 2 മണിക്കൂർ. കടുത്ത ശാരീരിക വേദനയ്ക്കൊപ്പം മന്ത്രി മാനസികമായി ഏറെ വിഷമം അനുഭവിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. രാവിലെയും ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ച് ഒരു ഇഡ്ഡലി കഴിപ്പിച്ചു. ആഹാരം കഴിക്കുന്നതിന് ശേഷം കിടക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങൾ ഒരു ICUവിലെ സിസ്റ്റേഴ്സ് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് മന്ത്രിയോട് ചോദിച്ചു. മന്ത്രി ആകട്ടെ എന്ന് പറഞ്ഞു. മന്ത്രി അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ വേദന, ശരീരത്തിനേറ്റ ക്ഷതം ഇവയൊക്കെ തന്നെ നേരിൽ കാണുന്ന ഞങ്ങൾ പ്രിയപ്പെട്ട മന്ത്രിയോട് പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. മന്ത്രിയെ ചേർത്ത് പിടിച്ചൊരു ഫോട്ടോ അങ്ങനെ എടുത്തതാണ്. എൻ്റെ ഉൾപ്പെടെ പിന്തുണ അറിയിക്കൽ കൂടിയാണിത്. മന്ത്രി എന്നതിനപ്പുറം സഹോദര തുല്യമാണ് ഞങ്ങളോട് ഇടപെട്ടത്. ഞങ്ങൾക്കും അവിടെ കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മന്ത്രിയോട് അത്രയും അടുപ്പമുണ്ടായി. അതുകൊണ്ടാണ് ഈ ഫോട്ടോ എടുത്തത്. മന്ത്രി അഭിനയിച്ചു, നാടകം കളിച്ചു എന്ന പ്രചരണം മനുഷ്യത്വമില്ലായ്മയാണ്. മന്ത്രിക്കെതിരെയുള്ള വ്യക്തിപരമായ പ്രചരണത്തിലെ അസത്യം ഞങ്ങൾ നേരിട്ട് തിരിച്ചറിയുന്നു. ആക്ഷേപിക്കുന്നവരോട് മന്ത്രി ക്യാനുല ഇട്ടിട്ടുണ്ട്. ഭക്ഷണ സമയം അവിടെ ഇത് ഡിസ്കണക്ട് ചെയ്യാറാണ് പതിവ്. സൂചി ഇട്ടിട്ടുണ്ട്.
മുൻപ് ഇട്ടിടത്ത് നിറം മാറ്റം ഉണ്ടായതുകൊണ്ട് തന്നെ കൈത്തണ്ടയുടെ മറ്റൊരു ഭാഗത്താണ് ഇപ്പോൾ സൂചി കുത്തിയിരിക്കുന്നത്. ഇത്ര ക്രൂരത അരുത്, ദയവായി അല്പം ദയ കാണിക്കുക എന്നതാണ് ഇവരുടെ വിശദീകരണ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.